ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നൊരു കുഞ്ഞ് ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. എൻ്റെ ഇളയ മോക്കടെ സെക്കൻഡ് ബർത്ത്ഡേയുടെ ഒരു കുഞ്ഞ് വ്ളോഗാണ് ഇത്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കിയത് ഒരു 1.5 kg വെയിറ്റ് വരുന്ന റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. അപ്പോൾ കേക്കിൻ്റെ തലേന്ന് വരെ ഏത് കേക്കാണ് ഉണ്ടാക്കണ്ടേന്നോ ഏത് മോഡലാണ് ഉണ്ടാക്കണ്ടേന്നോ ഒന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ഈ റെഡ് വെൽവെറ്റിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേക്ക് എനിക്ക് 1.5 kg വെയിറ്റ് വരുന്ന ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ തലേന്ന്. അപ്പോൾ ഞാനത് മറന്നു പോയി 1.5 kg എന്നുള്ളത് 2 kgയുടെ ബാറ്റർ റെഡിയാക്കി കേക്ക് റെഡിയാക്കി എടുത്തു, ബേക്ക് ചെയ്തെടുത്തു. ബേക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് 1.5 കിലോയുടെ കേക്ക് മതിയായിരുന്നല്ലോ എന്ന്. പിന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇതെന്തായാലും വേസ്റ്റ് ആവുമല്ലോ, നമുക്ക് ബർത്ത്ഡേക്ക് എന്തായാലും കേക്ക് ഉണ്ടാക്കുകയും ചെയ്യണം. അപ്പോൾ പിന്നെ അത് റെഡ് വെൽവെറ്റ് ആക്കി എടുത്തു. പിന്നെ ബാക്കി കൂടെ ബേക്ക് ചെയ്തെടുത്ത് ഒരു 1.5 kgയുടെ 12 കേക്കായിട്ട് സെറ്റ് ചെയ്യാനാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു 1 kgയുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഈ ഫ്രോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ബർത്ത്ഡേയുടെ കേക്ക് ഫ്രോസ്റ്റ് ചെയ്തൊരു ഏകദേശം പകുതി ആകുമ്പോൾ തന്നെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ആ ഫ്രോസ്റ്റിംഗ് അവിടെ നിർത്തി വെച്ചിട്ട് പിന്നെ നമ്മൾ ബേക്ക് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കേക്ക് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി. പിന്നെ നമ്മുടെ ബർത്ത്ഡേയുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ. പിന്നെ കേക്ക് കട്ട് ചെയ്യണ ചെറിയൊരു ക്ലിപ്പും ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ 3 മക്കൾ. അപ്പോൾ ഞങ്ങൾ 4 കൂടി കേക്ക് കട്ട് ചെയ്യാണ്. പിന്നെ അവർ തന്നെ ഇരുന്ന് ആ കേക്കിൽ എന്തൊക്കെയോ മെനോണികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും മാറിപ്പോയി കേക്കൊക്കെ കട്ട് ചെയ്ത് പിള്ളേരുടെ വായിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.